പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കാരുണ്യവാനായ ദൈവമേ, കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ചേർന്ന രീതിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കും സമൂഹത്തിലേക്കും അങ്ങ് വർഷിക്കണമേ. ഓരോ മകനും മകൾക്കും വ്യത്യസ്തമായ രീതിയിൽ അങ്ങയുടെ വിളിയനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് വഴി ഉന്നതത്തിൽ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൊറിന്ത്യോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. ദൈവരാജ്യത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ എഴുതപ്പെട്ട വചനങ്ങൾ കാണാതെ ഉൽപ്പത്തി മുതൽ വേണമെങ്കിൽ വെളിപാട് വരെ പഠിക്കാൻ പറ്റുമായിരിക്കും. അതിനെക്കുറിച്ച് ജനങ്ങളോട് പ്രസംഗിക്കാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതാൻ സാധിക്കുമായിരിക്കും. ഇതിലൊന്നും അല്ല അടങ്ങിയിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ എഴുതുന്നത്, ഞാൻ പഠിച്ച വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. ഇത് വിശുദ്ധ ആത്മാക്കൾ മുഴുവൻ അത് ശ്രദ്ധിച്ചിരുന്നു, അവരതിൽ വിജയിച്ചിരുന്നു. ഇതിന് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള പഠനം കൊണ്ട് മാത്രം അറിവ് ലഭിക്കും, പക്ഷേ ശക്തി ദൈവമാണ് തരുന്നത്. പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ശക്തിയാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൃപ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഉദാഹരണത്തിന് 3 വർഷക്കാലം രാപകൽ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ച കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർക്കൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 48 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. 3 വർഷത്തെ പ്രസംഗം, നമ്മുടെ 25 മിനിറ്റ് നേരം നമ്മൾ ശാലോമിൽ ജോലി തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വചനത്തിന് കാതോർക്കുന്നു. അത്രയും നമുക്ക് അവസരമുള്ളൂ, അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. സ്ത്രീയന്മാർക്ക് ഒത്തിരി അവസരം കിട്ടി. ദൈവത്തിൻ്റെ പുത്രൻ്റെ കൂടെ 3 വർഷം ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടി. രാവും പകലും ജീവിതത്തിലൂടെയും പ്രഘോഷണത്തിലൂടെയും അവരെ പഠിപ്പിക്കുകയായിരുന്നു. അവരോടാണ് കർത്താവ് പറഞ്ഞത്, ഉന്നതത്തിൽ ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഇന്ന് നമുക്ക് ചുറ്റും ചില വിളികൾ പ്രകാശിക്കുന്നെങ്കിൽ, ചിലർ വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ, അവരെ മറ്റുള്ളവർ ഉയർത്തിക്കാട്ടുന്നെങ്കിൽ അതിൻ്റെ കാരണം ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുകയും ആ ശക്തിയോട് അവർ സഹകരിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർക്കതിന് സാധിച്ചത്. അപ്പം ഏത് വിളിയിൽപ്പെട്ട പല വ്യക്തികളും ആ വിളിയിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഈ ശക്തിയുടെ ഉറവിടത്തിൽ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. യേശു പറയുകയാണ്, ഉന്നതത്തിന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പുതിയ നിയമത്തിലെ ഏതാനും ചില പ്രബോധനങ്ങൾ അതിലൂടെ നമ്മളൊന്ന് കടന്നു പോകുക. ആദ്യമായിട്ട് ഈശോ പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദോമോസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനോട് സംസാരിച്ച കൂട്ടത്തിൽ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് ഈശോ പറയുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പ്രായമായ മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ സാധിക്കുമോ? അതിന് ഈശോ കൊടുക്കുന്ന മറുപടി, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. അപ്പം നമ്മളെല്ലാവരും ജഡത്തിൽ നിന്ന് ജനിച്ച ഒരു ജഡത്തിന് അത് പാരമ്പര്യമായിട്ട് ചില കുറവുകളൊക്കെ കാണും. അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ
പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 1:26 നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കാവുന്ന ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. എന്നാൽ ഉൽപ്പത്തി 5:3 നമ്മൾ കാണുന്നത് ആദത്തിന് 130 വയസ്സായപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവനൊരു പുത്രൻ ജനിച്ചു എന്നല്ല, അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവനൊരു പുത്രൻ ജനിച്ചു. അവനിപ്പോൾ പാപം ചെയ്ത് തിന്മയ്ക്ക് അടിമയായി ദൈവരാജ്യം നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലാണ്, മരണമുള്ള അവസ്ഥയിലാണ്, കുറവുള്ള അവസ്ഥയിലാണ്. ഈ അവസ്ഥയിലാണ് അവനൊരു പുത്രൻ ജനിച്ചത്, അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. അവനിൽ നിന്ന് ഭൂമുഖം നിറഞ്ഞു മനുഷ്യരെ കൊണ്ട്. ആ മനുഷ്യരെ നോക്കിയിട്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിപ്പോൾ അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. ഒരു വൃക്ഷം എങ്ങോട്ടാണോ ചാഞ്ഞു നിൽക്കുന്നത് വെട്ടിയിട്ടാൽ അങ്ങോട്ടാണ് വീഴാൻ എളുപ്പം. അപ്പോൾ സ്വതവേ തിന്മയിലേക്ക് ചായ്വുള്ളവരായതുകൊണ്ട്, അതിനുള്ള സാഹചര്യമുള്ളതുകൊണ്ട്, ബലഹീനരായതുകൊണ്ട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിയമത്തിൻ്റെ, അവനവൻ്റെ മതത്തിൻ്റെ സഭയുടെ നിയമങ്ങളൊക്കെ കാട്ടിക്കൂട്ടി പോകാൻ ഈ ആത്മാവില്ലെങ്കിലും സാധിക്കും, ആ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ. പക്ഷെ ദൈവിക നിയമമുണ്ട്, സ്നേഹം, കരുണ, ദയ, വിശുദ്ധി എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രകടമാകണമെങ്കിൽ നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയണമെന്നാണ് ഈശോ നിക്കോദെമോസിനോട് സംസാരിച്ചത്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത്, നീ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കണം. സഭയിൽ ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ ഇത് സംഭവിക്കുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമുദീസ സ്വീകരിക്കുന്നു. അതിനുശേഷം ആ കുട്ടിയെ ദൈവീക കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം സഭാപിതാക്കന്മാർ തൈലം പൂശി ആ കുട്ടിയെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയാനായി. അത് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തത് മാമുദീസ സ്വീകരിച്ച് എല്ലാവർക്കും ഒന്നാമത്തെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ എനിക്കൊരു സംശയം, പിന്നെ എന്തുകൊണ്ടാണ് മറ്റു മനുഷ്യർ ചെയ്യാറുള്ള പാപം ക്രിസ്ത്യാനികളും ചെയ്യാനുള്ള കാരണം എന്താണ്? നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കാണണമായിരുന്നു. എല്ലാ മതത്തിലും നമ്മൾ നല്ല മനുഷ്യരെ കാണുന്നുണ്ട്, എല്ലാ മതത്തിലും പാപം ചെയ്യുന്നവരെയും കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്ത് പ്രത്യേക മേന്മയുള്ളത്? ഇവന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇത് എന്നെ കുഴക്കിയ ചിന്തയായിരുന്നു. കുറേ നാൾ ഈ ചിന്തയായിട്ട് നടന്നപ്പോൾ ഒരു വചനവും ഒരു സംഭവം, ഒരു ലേഖനത്തിൽ വായിച്ചൊരു കാര്യവും ഒരു വചനവും വഴിയാണ് എനിക്കിതിൻ്റെ ഉത്തരം കിട്ടിയത്. ലേഖനത്തിൽ വായിച്ചതാണ്ട് 40 കൊല്ലം മുമ്പ് അതിൽ വായിച്ച ഭാഗം ഇതാണ്: ഈജിപ്തിലെ പിരമിഡിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ അല്പം ഗോതമ്പ് മണി കണ്ടെടുത്തു. അതിൻ്റെ പഴക്കം നിർണ്ണയിച്ചപ്പോൾ 5000 വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തി. പക്ഷേ ആ ഗോതമ്പ് മണിക്ക് ഇപ്പോഴും ഒരു കേടും സംഭവിച്ചിട്ടില്ല. അനുകൂലമായ സാഹചര്യത്തിൽ വിതച്ചു കഴിഞ്ഞാൽ ഒരു ചെടിയാകാൻ അതിന് കതിര് ചൂടാനുള്ള ശക്തി ആ വിത്തിനുണ്ട്. അതേസമയത്ത് അത് അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇനിയും വർഷങ്ങൾ ഇരിക്കുമായിരിക്കും. വചനം ഇതാണ്. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം: ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഇത് രണ്ടും കൂട്ടി വായിച്ചപ്പോൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. മാമുദീസായിലൂടെ ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ കാണണമല്ലോ. ഇതെല്ലാ മതസ്ഥരും നന്മ ചെയ്യുന്നവരുണ്ട്, തിന്മ ചെയ്യുന്നവരുണ്ട്. എങ്കിൽ പിന്നെ ക്രിസ്ത്യാനിക്ക് പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഉത്തരം വ്യക്തമാണ്. 8-ാമത്തെ വയസ്സിൽ അഭിമന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൽ നിന്ന് സ്ഥൈര്യലേപനവും ആദ്യ കുർബാനയും സ്വീകരിച്ചു. സഭയായിട്ട് ബന്ധപ്പെട്ട് കൂദാശിയായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 18-ാമത്തെ വയസ്സ് വരെ അങ്ങനെ കടന്നുപോയി. 69 ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. അതിനുശേഷം ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നി. ലോകത്തിൻ്റേതായിട്ട് ജീവിച്ചൊരു 12 വർഷം. 12 വർഷം കഴിഞ്ഞപ്പോൾ 2 മാസത്തെ അവധിക്ക് വന്നപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ഒരു നല്ല കുമ്പസാരം നടത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കേണു പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ രാവും പകലും പോലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അഭിമന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ കയ്യൊപ്പിലൂടെ ലഭിച്ച ആ പരിശുദ്ധാത്മാവിനെ, ആ കൃപയെ ഈജിപ്തിലെ പിരമിഡിലെ ഗോതമ്പ് മണി പോലെ ഞാൻ നിർവീര്യമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം മാമുദീസ സ്വീകരിച്ച വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി വെച്ചിരിക്കുന്നൊരു ക്രിസ്ത്യാനിയും
ഒരിക്കലും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണില്ല. പിന്നെ കുടുംബ മഹിമ, പാരമ്പര്യമായിട്ട് കിട്ടിയ നന്മ, അതെല്ലാ മതസ്ഥരും ഉണ്ടാവും. നല്ല മാതാപിതാക്കളും ജനിച്ചതുകൊണ്ട് അവർ മറ്റു മതസ്ഥരാണെങ്കിലും അവർ നല്ല ജീവിതം നയിക്കുന്നു. ക്രിസ്ത്യാനിയും അങ്ങനെ തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി വെച്ചൊരു വ്യക്തിയും ഇതൊരിക്കലും സ്വീകരിച്ചല്ല വ്യക്തിയും തമ്മിൽ ഫലത്തിൽ വ്യത്യാസം കാണില്ല. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കണം. രണ്ട്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, ആ ഒഴുക്ക് തടയരുത്, പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് തടയരുത്. മൂന്ന്, അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 7:51, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മറുതലിക്കരുത്, മല്ലടിക്കരുത്. പരിശുദ്ധാത്മാവിനോട് മറുതലിക്കരുത്, മല്ലടിക്കെന്ന് പറയുമ്പോൾ ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നു. ഇപ്പോൾ ചില സമയത്ത് കുമ്പസാരിക്കാൻ പോകുന്നു, അണ്ടുകുമ്പസാരം നടത്തണം, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കുമ്പസാരിക്കേണ്ടതായിട്ട് വരിക. ആ കുമ്പസാരക്കൂട്ടിൽ പോയിട്ട് ചില പാവങ്ങൾ മറച്ചു വെച്ച് കുമ്പസാരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുക അല്ലെങ്കിൽ പിന്നെന്താ? ഇതേപോലെ 2 വ്യക്തികൾ പണ്ട് ചെയ്തിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ. അന്ന് സഭയിലേക്ക് കടന്നു വരുന്ന മക്കൾ അവരുടെ വസ്തുവകളെല്ലാം വിറ്റ് ആ പണം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുമായിരുന്നു. അവരെല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യും. അവിടെ ദാരിദ്ര്യ ദുഃഖം ആരും അനുഭവിച്ചിരുന്നില്ല, നിർബന്ധമൊന്നുമില്ല, അങ്ങനെ സ്വമനസ്സാ ചെയ്തതാണ്. അനനിയ സഫീറ എന്ന് പറയുന്ന ഈ ദമ്പതികൾ പറമ്പ് വിറ്റ് അവർ കൂടി ആലോചിച്ച് ഈ പ്രസ്ഥാനം അങ്ങ് പൊളിയുകയാണെങ്കിലോ, എന്നിട്ട് അവർ തീരുമാനം എടുക്കുക, മുഴുവൻ കൊടുക്കണ്ട, ഒരു ഭാഗം മാറ്റിവെച്ച് ബാക്കി സഭാ തലവനായ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസിനെ ഏൽപ്പിക്കുക. അത് വാങ്ങിച്ചു വെച്ചാൽ മതി. പത്രോസിനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അനനിയാസെ, പറമ്പ് നിൻ്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയത് നിൻ്റെ അധീനതയിലായിരുന്നില്ലേ? ഈ തുകയ്ക്ക് തന്നെയാണോ പറമ്പ് വിറ്റത് പറയുക? ഇപ്പം വേണമെങ്കിൽ പറയാം, ഈ തുകയ്ക്കല്ല വിറ്റത്, ഇത്രയും എനിക്ക് തരാൻ താല്പര്യമുള്ളൂ, ഒരു കുഴപ്പമില്ല, നുണ പറഞ്ഞു. ഈ തുകയ്ക്ക് തന്നെയാണ് പറമ്പ് വിറ്റത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഇപ്പം നീ മനുഷ്യനോടല്ല നുണ പറഞ്ഞത്. സാത്താൻ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ സാത്താൻ നിൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചതെന്ത്? ഇത് കുമ്പസാരക്കൂട്ടിലും ബാധകമല്ലേ? ഞാൻ കുമ്പസാരിക്കാൻ പോകുന്നു, എന്നിട്ട് ചില പാപങ്ങൾ അവിടെ മറച്ചു വെച്ച് ഞാൻ കുമ്പസാരിച്ച് വരികയാണെങ്കിൽ ഇതെനിക്കും നിങ്ങൾക്കും ബാധകമല്ലേ? ഇതാണ് പരിശുദ്ധാത്മാവോട് മല്ലടിക്കരുത്. അതുപോലെ കുമ്പസാരിച്ചിട്ട് എത്രയോ നാളായി ഗൗരവമുള്ള പാപാവസ്ഥയിൽ ആരെയോ കാണിക്കാൻ വേണ്ടി കുർബാന സ്വീകരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവോട് മല്ലടിക്കുകയല്ലേ? അതിൻ്റെ ദോഷം അവരുടെ ജീവിതത്തിൽ കാണാതിരിക്കുമോ? ഒന്ന്, പരിശുദ്ധാത്മാൻ വീണ്ടും ജനിക്കണം. 2, പരിശുദ്ധാത്മാൻ നിർവീര്യമാക്കരുത്. 3, പരിശുദ്ധാത്മാവിനോട് മറുതലിക്കരുത്, മല്ലടിക്കരുത്. 4, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഈ ചുരുങ്ങിയ സമയത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളും നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ലെങ്കിലും അനുദിന ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ചില പോയിന്റുകൾ മാത്രം പറയുക. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വേദനിക്കുന്നത്? എഫേസസ്കാരുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എഫേസസ് 4:30, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതേ. ആ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വേദനിക്കുന്നത്? തൊട്ട് താഴെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. വെറുപ്പ്, വിദ്വേഷം, പ്രതികാര ചിന്ത, മനുഷ്യരുമായിട്ടുള്ള സ്നേഹബന്ധം അറ്റുകിടക്കുമ്പോൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ആനന്ദിക്കാൻ പറ്റില്ല. അപ്പം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ഈ തിരുവചനം കേൾക്കുന്ന, ഈ തിരുവചനം പ്രസംഗിക്കുന്ന ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധം അറ്റുകിടക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും എന്ത് നഷ്ടം സഹിച്ചും തന്നെ താഴ്ത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി രമ്യപ്പെടാൻ തയ്യാറാകണം. ആ വ്യക്തിയുമായിട്ട് രമ്യപ്പെടാൻ തയ്യാറാകണം. അതിന് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാകണം. ഇത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞേക്കണം. നമ്മൾ ശത്രുതയിൽ കഴിയുമ്പോൾ ഒരിക്കലും നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ധാരാളം പേര് ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. അവരുടെ ധ്യാനം അഭിഷേകം പ്രാപിക്കാത്തതിൻ്റെ പ്രധാന കാരണം അപ്പസ്തോല പ്രവർത്തനം അധ്യായം 8 14 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ കാരണം അവിടെയുണ്ട്. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 8 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ധ്യാന വിഷയമായിട്ട് എടുക്കണം. എന്തുകൊണ്ടാണ് ഒരേ ധ്യാനത്തിൽ പങ്കെടുത്ത പലരും പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അനേക ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടും എന്തുകൊണ്ട് ചിലർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നില്ല? ഒരു മനുഷ്യൻ പണം കൊടുത്തിട്ട് പത്രോസ്ലിയായിട്ട് പറഞ്ഞതാണ്, നിങ്ങളൊക്കെ കൈവയ്ക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന് കിട്ടുന്ന പോലെ ഈ ശക്തി കുറേ എനിക്കും തരിക. പണം പിടിച്ചു.
പത്രോസ്ലീഹ പറയാണ്, നിൻ്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാം നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കാളിത്തവും ഭാഗഭാഗിത്വം ഉണ്ടാകില്ല. കാരണം നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. എന്തുകൊണ്ട് ശുദ്ധമല്ല? നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ് ഞാൻ മനസ്സിലാക്കുന്നു. വിദ്വേഷത്തിൽ കഴിയുന്നൊരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റില്ല, ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കാൻ പറ്റില്ല, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 4-ാമത്തെ പോയിൻ്റാണ്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. 5-ാമത്തെ പോയിൻ്റ്, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവികവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. കുട്ടിക്കാലത്തിലും മാമുദീസായിലൂടെയും അതിനുശേഷം സ്ഥൈര്യലേപനമെന്ന കുദാശയിലൂടെ സഭാപിതാക്കന്മാരുടെ കൈവപ്പ് വഴി എനിക്കും നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്ക് ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം. തീക്കനൽ ചാരം ചൂടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനിടയിൽ പാപം കടന്നു വരാം. ഈ പാപം കടന്നു വന്ന് ഈ പരിശുദ്ധാത്മാൻ നിർവീര്യ അവസ്ഥയിലാക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ധ്യാന മന്ദിരത്തിൽ 5 ദിവസം താമസിച്ച് ദൈവവചനം കേൾക്കാൻ സന്മനസ് കാണിക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്, ഒരു ധ്യാന മന്ദിരത്തിൽ ഒരു ധ്യാനം കൂടിയാൽ പറ്റുമെങ്കിൽ അടുത്ത ധ്യാനം വേറൊരു സ്ഥലത്ത് കൂടുക. 90-ൽ പരം ധ്യാന മന്ദിരങ്ങൾ കൊച്ചു കേരളത്തിലുണ്ട്. എല്ലാ ധ്യാന മന്ദിരത്തിലും ദൈവവചനമാണ് പ്രഘോഷിക്കുന്നതെങ്കിലും ഓരോ ധ്യാന മന്ദിരത്തിന് ചില മേഖലകളിൽ പ്രത്യേക അഭിഷേകം കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മാറി മാറി കൂടാൻ പറഞ്ഞു. ചിലടത്ത് വചനാഭിഷേകമായിരിക്കും ചിലർക്ക്, മറ്റു ചിലയിടത്ത് കൗൺസിലിങ്ങിൻ്റെ അഭിഷേകമായിരിക്കാം ആ ധ്യാന മന്ദിരത്തിൽ. വേറെ ചിലയിടത്ത് പ്രാർത്ഥന, വ്യക്തിപരമായിട്ട് ആഴമായിട്ടുള്ള പ്രാർത്ഥനയിലായിരിക്കാം ആ ധ്യാന മന്ദിരം നയിക്കുന്നത്. മറ്റു ചിലർ കൗദാശി ജീവിതത്തിലേക്കായിരിക്കാം. അതുകൊണ്ട് കൂടിയെടുത്ത് തന്നെ വീണ്ടും വീണ്ടും കൂടാതെ മാറി മാറി വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ധ്യാനത്തിലെങ്കിലും പങ്കെടുക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും സഭ അനുവദിച്ചിട്ടുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെടുക. അവിടെ കൗൺസിലിങ്ങിന് സൗകര്യമുണ്ടെങ്കിൽ, കുമ്പസാരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാനയുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഊതി കത്തിക്കുകയായിരിക്കും. പരിശുദ്ധാത്മാവിന് ഊതി കത്തിക്കുകയായിരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഇടവയിൽ അംഗീകരിക്കപ്പെട്ട പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധം സ്ഥാപിക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ട് 3000 പേര് മാനസാന്തരപ്പെട്ട് മാമുദീസ സ്വീകരിച്ച് സഭ രൂപപ്പെട്ടു. അവർ പിടിച്ചു നിന്ന് അങ്ങനെയാണ്. വിശുദ്ധ അവർ അനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷ, അവർ ഭവനം തോറും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് ഒറ്റമരത്തിൽ കുരങ്ങ് കയറിയതുപോലെ നമുക്കാർക്കും ആത്മീയമായിട്ട് വളരാനോ അരൂപിയിൽ വളരാനോ സാധിക്കില്ല. ഈ പരിശുദ്ധാത്മാവിനെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് കൈവപ്പ് വഴി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാൻ നിർവീര്യമാക്കരുത്, ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ താലന്തുകളുടെ ഉപമയാണത്. താലന്തുകളുടെ ഉപമയിൽ ഈശോ പറഞ്ഞു, 1 കൊടുത്തു, 2 കൊടുത്തു, 5 കൊടുത്തു. 5 കിട്ടിയവൻ അത് വ്യാപാരം ചെയ്ത് 5 കൂടി സമ്പാദിച്ച് 10 ആക്കി. 2 കിട്ടിയവൻ 4 ആക്കി. 1 കിട്ടിയവൻ അത് തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചു. ഈ വ്യക്തി എത്ര ധ്യാനം കൂടിയാലും വളരില്ല. ലഭിച്ച കൃപ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭിച്ച വരം ഉപയോഗിക്കാത്തൊരു മകൻ, മകൾ ഏത് പേരിൽ ധ്യാനം കൂടിയാലും ആ വ്യക്തി വളരാൻ പോകുന്നില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ലഭിച്ച കൃപ അത് പൊതുനന്മയ്ക്ക് വേണ്ടി, അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ ഒരു മകൻ, മകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവം ആ മകനെ വളർത്തിക്കൊള്ളും. ആ 2 കിട്ടിയുള്ളൂ. അവന് വലിയ കാര്യം പ്രസംഗിക്കാനൊന്നും കൃപ കിട്ടിയില്ല. ഒരു ധ്യാനത്തിൽ കൂടി തിന്മയൊക്കെ ഉപേക്ഷിക്കാനുള്ള കൃപ കിട്ടി, ഒരു പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. അദ്ദേഹം മണിക്കൂറുകൾ ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക, അത് മതി. ലോകം മുഴുവൻ പോയി പ്രസംഗിക്കാനായി അദ്ദേഹത്തെ ദൈവം നിയോഗിച്ചില്ല. ആ കിട്ടിയ കൃപ അവരെൻ്റെ നന്മയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ തുടങ്ങി. മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ അനുഭവിച്ചറിയുക. ഒരു ധ്യാനമന്ദിരത്തിൽ ധ്യാനത്തിൻ്റെ കരിസ്മാറ്റിക്കിൻ്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിരുന്നു ആ ധ്യാനമന്ദിരത്തിൻ്റെ ഡയറക്ടർ. എവിടെയോ വെച്ച് ഒരുപക്ഷെ മറ്റ് സമൂഹം വളർന്നതിനൊപ്പം മറ്റ് സമൂഹമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടോ അങ്ങനെ അവിടെ 600 പേര് വന്ന് ധ്യാനിച്ച സ്ഥലത്തുനിന്ന് 10-15 ആയിട്ട് കുറഞ്ഞു. 10-15 പേര് ധ്യാനത്തിന് വന്ന് അപ്പോഴും ധ്യാനം നടക്കുമായിരുന്നു. അതിനുശേഷം അതിൻ്റെ നേതൃത്വം മാറി, പുതിയൊരു നേതൃത്വം വന്നു. അട്ടപ്പാടിയായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു.
അപ്പം അവിടുന്ന് കിട്ടിയ ആ ട്രെയിനിങ്ങും ഒക്കെ അനുസരിച്ച് അവരുടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ശക്തമായ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് രൂപം കൊടുത്തു. ശക്തമായ മാധ്യസ്ഥ പ്രാർത്ഥന ആ ധ്യാന മന്ദിരത്തിൽ ആരംഭിച്ചു. അത് ആരെങ്കിലും പിടിച്ച് പ്രാർത്ഥിക്കാൻ ഇരുത്തുകയല്ല, മാധ്യസ്ഥ പ്രാർത്ഥന കൃപ ലഭിച്ചവരെ തിരിച്ചറിഞ്ഞ് അവരെ ആ ദൗത്യം ഏൽപ്പിച്ചു. ആൾക്കാർ വരാൻ തുടങ്ങി ധ്യാനത്തിന്. ആ 15-20 പേര് വന്ന സ്ഥലത്ത് ഇപ്പം മാസത്തിൽ 2 ധ്യാനം വെച്ച് അവിടെ അത്രയും സൗകര്യം ഇല്ലെങ്കിലും 400-ൽ പരം ആൾക്കാർ വരാൻ തുടങ്ങി. ഇതിനെ വിളിച്ചു വരുത്തിയത് ആ ധ്യാന മന്ദിരത്തിൻ്റെ ശുശ്രൂഷയിൽ പ്രസംഗത്തിൽ വന്ന മാറ്റം കൊണ്ടോ വേറൊന്നുമല്ല. ആ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് കുറേ മക്കൾ ഉപവസിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമാണ് ആ ധ്യാന മന്ദിരത്തിലേക്ക് ആൾക്കാരെ ദൈവം കൊണ്ടുവരുന്നത്. ആദിമ സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് പ്രതിദിനം അവരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. ഇരുമ്പ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ആദിമസഭയിലെ ഓരോ മകനും മകളും ഉറയുള്ള ഉപ്പായിരുന്നു. ആദിമസഭയിലെ ഓരോ വ്യക്തിയും ആകർഷണ ശക്തിയുള്ള വ്യക്തിയായിരുന്നു. ഇതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടെടുക്കണം. അപ്പം നമ്മൾ വളരുന്നത് എനിക്ക് ലഭിച്ച കൃപ അവരെൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുമ്പോഴാണ് സ്വർഗം തുറന്ന് ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അധികമായിട്ടുള്ള കൃപ നൽകി എൻ്റെ ശുശ്രൂഷയുടെ ചക്രവാളത്തെ അവിടുന്ന് വളർത്തുന്നത്, വികസിപ്പിക്കുന്നത്, ലഭിച്ചത് ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോഴാണ്. അപ്പം ഇതിന് ആ കൈവെപ്പിലൂടെ ലഭിച്ച ദൈവീകവരം വീണ്ടും നശിപ്പിക്കരുത്, നഷ്ടപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ, നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ, നമ്മൾ ഇതുപോലെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് വരത്തിൻ്റെ ആവശ്യം അത് ദൈവം തന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു ശുശ്രൂഷയ്ക്ക് വാതിൽ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അശക്തനാണ്, എനിക്കറിയില്ല, കഴിവില്ലെന്ന് പറഞ്ഞേക്കരുത്. എൻ്റെ അറിവും കഴിവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അധികാരികളിലൂടെ അല്ലെങ്കിൽ ഈ വ്യക്തിയിലൂടെ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചത്. എൻ്റെ അറിവും കഴിവും അറിയുന്നൊരു ദൈവം തന്നെയാണ്. അതുകൊണ്ട് എളിമ കൊണ്ടോ അല്ലെങ്കിൽ ഭീരുത്വം കൊണ്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ ഒഴുകഴു പറയാൻ പാടില്ല. എനിക്കറിയില്ല, കഴിവില്ല. മോശയെ വലിയൊരു ലക്ഷ്യത്തിലൂടെയാണ് ദൈവം വിളിച്ചത്. 6 ലക്ഷത്തിൽ പരം ഇസ്രായേൽ ജനങ്ങൾ 430 വർഷമായി അടിമത്തത്തിൽ കഴിയുക, അവരെ രക്ഷിക്കണം. ഒഴുകഴു പറയുക, ഞാൻ വിക്കനാണ്, സംസാരിക്കാൻ എന്തുമാത്രം ഒഴുകഴുവാണ് പറയുന്നത്. ജെറേമിയ വിളിക്കുകയാണ്, ഇടിച്ച് തകർക്കാൻ, നട്ടു വളർത്താൻ, തകിടം മറിക്കാൻ, പണിതുയർത്താൻ. ഞാൻ ബാലനാണ്, ഒഴുകഴു പറയരുത്. ഞാൻ ലജ്ജിക്കുക, എനിക്ക് എന്നെ ദൈവം ആ സ്റ്റേജിൽ കയറ്റി നിർത്തുക. എനിക്കൊരു വാക്കുപോലും പറയാൻ കിട്ടിയില്ലേ, ആ അപമാനം ഞാൻ എൻ്റെ മുമ്പിലുള്ള ശ്രോതാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. എനിക്കൊരു വാക്കുപോലും പറയാൻ കിട്ടിയില്ല. പലപ്പോഴും നമ്മൾ മനോഹരമായിട്ട് പ്രസംഗിച്ചു, ആ ശുശ്രൂഷ നന്നായിട്ട് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും ജനത്തിന് കിട്ടിയെന്നിരിക്കില്ല. ചില സമയത്ത് നമുക്ക് ദുഃഖമാണ്, അയ്യോ ഞാൻ പറഞ്ഞൊന്നും ശരിയായില്ലല്ലോ, ആ പോയിൻ്റ് പറയാൻ പറ്റിയില്ലല്ലോ, ഈ പോയിൻ്റ് പറഞ്ഞില്ലല്ലോ. അവിടുന്ന് വലിയ സാക്ഷ്യം വരിക, സൗഖ്യത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സൗഖ്യം. ഇതെന്താ പഠിപ്പിക്കുന്നത്? എൻ്റെ വാചക കസറത്തല്ല, എൻ്റെ താല്പര്യമല്ല. ഞാനൊരു ഭോഷനാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഭോഷനായേക്കുക. ഒഴുകഴു പറയരുത്. ലഭിച്ച താലന്ത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അവരെൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്ക്. വേറെ ലക്ഷ്യമൊന്നുമില്ല. കയ്യടി പ്രതീക്ഷിക്കുന്നില്ല, സാമ്പത്തികം പ്രതീക്ഷിക്കുന്നില്ല, അറിയപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവൻ വളരണം, ക്രിസ്തു വളരണം. ഇന്ന് പല ഗ്രൂപ്പും വളരാത്തത് ആ ഗ്രൂപ്പ് മാത്രം ഗ്രൂപ്പിന് ശുശ്രൂഷ ചെയ്യുക. ഞങ്ങളുടെ ധ്യാനമന്ദിരം, ഞങ്ങളുടെ ശുശ്രൂഷ അതല്ല. ദൈവരാജ്യം വളരണം, അവൻ വളരണം. ആരിലൂടെ വളർന്നാലും അതിൽ ആനന്ദിക്കുന്നൊരു ഹൃദയം വേണം. അത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആരിലൂടെ നന്മ കണ്ടാലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ പാര വെച്ചുകൊണ്ടിരിക്കും. സുവിശേഷ വേലയിലും ഉണ്ട് പാര, സുവിശേഷ വേലയിലും ഉണ്ട് കുശുമ്പ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. കുറേ കഴിയുമ്പോൾ കരിന്തിരി കത്തി ചാരമായി പോകും. അവൻ വളരണം, അതിൽ നന്മ കാണണം. ആരിലൂടെ ദൈവം പ്രവർത്തിച്ചാലും അതിൻ്റെ നന്മ കണ്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നല്ല ഹൃദയത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ലോക ജനതയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ദൗത്യമുണ്ട്, ഓരോ മകനും മകൾക്കൊരു ദൗത്യമുണ്ട്. നമ്മൾ വിളിച്ചവർ പലപ്പോഴും ഞാനൊരു 5 ജോഡി കാളകളെ വാങ്ങി പരീക്ഷിക്കാൻ പോകുന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് വരാൻ നിവൃത്തിയില്ല, ഞാനൊരു വസ്തു വാങ്ങിച്ചു. ഈ ഒഴുകു പറയുന്നുകൊണ്ട് ഇന്ന് ധാരാളം അക്രൈസ്തവ മക്കളെ ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ച് പരിശുദ്ധാത്മ അഭിഷേകം കൊടുത്ത് ജീവൻ പണയം വെച്ച് അവർ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായതുകൊണ്ട് ഈ രീതിയിലുള്ള നാനാജാതി മതസ്ഥരെ വിളിച്ച് അവർക്ക് ദൈവം കൃപ കൊടുത്ത് ദൈവത്തിൻ്റെ ലക്ഷ്യം ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും ഒരു വീഴ്ചയും വരില്ല. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വിളി കിട്ടിയ മകനോ മകളോ
ഒരു നിസ്സാരം നമ്മൾ വിളിക്കുന്ന നിസ്സാരമല്ല. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുത്ത് അതിൽ നിന്നിപ്പം മടിച്ചു നിൽക്കുന്നുണ്ടോ? ഉണരുക. കിട്ടിയ കൃപ ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അവിടെയാണ് കർത്താവ് വളർത്തുന്നത്. വരങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ധ്യാനമന്ദിരത്തിൻ്റെ പടികൾ കയറിയിറങ്ങിയതുകൊണ്ട് ഒരു മകനോ മകളോ വളരാൻ പോകുന്നില്ല. ദൈവം തന്ന താലന്തുകളെ വേറൊരു ലക്ഷ്യവുമില്ലാതെ എൻ്റെ നിത്യരക്ഷ, അവരെൻ്റെ നിത്യരക്ഷ, ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാമോ? ഇതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകാമോ? ഇതിനുവേണ്ടി പട്ടിണി കിടക്കാൻ ആകാമോ? ഇതിനുവേണ്ടി അപമാനം സഹിക്കാൻ തയ്യാറാകുമോ? എന്നിട്ട് നോക്ക് വളരുകയോ ഇല്ലയോ എന്നുള്ളത്. ദൈവമാണ് ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഓരോ മകനും മകളും പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയണം, കത്തി ജ്വലിക്കണം, ആത്മാക്കൾക്ക് വേണ്ടി നിലകൊള്ളണം. ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ നമുക്ക് ഈ വൈകിയ വേളയിലെങ്കിലും പൗലോസ്ലീഹ പറയും, കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ അവസാനമാണ് ഉണർന്നത്. എൻ്റെ ഇന്നലകളിലെ ആ നശിപ്പിച്ച് കളഞ്ഞ അവസരത്തെ ഓർത്ത്, നാളുകളെ ഓർത്ത് മാപ്പ് ചോദിച്ച്, കർത്താവേ, ആ ദാവീദ് പ്രാർത്ഥിച്ച പോലെ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. എൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. ഒരിക്കൽ കൂടി എനിക്ക് ആ രക്ഷയുടെ സന്തോഷം വീണ്ടും തരണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ ദൈവമേ, 2000 വർഷം മുൻപ് അങ്ങയുടെ പ്രിയ ശിഷ്യരോട് അങ്ങ് പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, കേൾക്കുന്നവ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളവ. ഇന്നും അതാണല്ലോ കർത്താവ് സംഭവിക്കുന്നത്. ഇടക്കാലത്ത് ഇത് കാണാനോ കേൾക്കാനോ ഭാഗ്യം ലഭിക്കാതെ ഞങ്ങളുടെ പൂർവികർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുൻപ് എന്നതുപോലെ അങ്ങേ മക്കളോട് കൂടെ അങ്ങ് ആയിരുന്നുകൊണ്ട്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥരെ സൗഖ്യത്തിലേക്ക്, രക്ഷയിലേക്ക് നയിക്കുന്ന ഈ നാളുകളെ ഓർത്ത് നന്ദി പറയുന്നു. എന്തെങ്കിലും ഒരു ചെറിയ വേല ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചെങ്കിൽ നന്ദി പറയുന്നു ഈശോയെ. ഇനിയും അനേകായിരങ്ങളെ വിളിക്കണമേ, തണുത്തുപോയവരെ ചൂട് പിടിപ്പിക്കണമേ. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം കത്തിപ്പടരുവാൻ ഇടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിളക്കിൻ നടുവിൽ ശോഭപൂർണന മാറത്തു പൊൻകച്ചാണിഞ്ഞും കാണുന്നേശുവേ. വിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചാണിഞ്ഞും കാണുന്നേശുവേ. ആദിനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദിനും
നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദിനും അന്തിനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോ അരുൾ ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 14, 16, 15 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ കണ്ടു. പാപത്തിൽ നിന്നുള്ള വിടുതൽ, ദൈവത്തിൽ നമ്മളെ അകറ്റുന്ന പാപത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇതെല്ലാം അറിവ് നമുക്കുള്ളതാണ്. ഈ അറിവ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണമെങ്കിൽ ജന്മസിദ്ധമായ കഴിവിൻ്റെ അപ്പുറത്തുള്ളൊരു ശക്തി എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ധാരാളം പേര് നിരാശയിൽ കഴിയുന്നുണ്ട്. ഞാൻ ഈ മദ്യപാനം ഒന്ന് ഉപേക്ഷിക്കാൻ വേണ്ടി എത്ര ആഗ്രഹിച്ചു. ബൈബിൾ തൊട്ട് ഞാൻ സത്യം ചെയ്തു, മക്കളെ കൂട്ടി സത്യം ചെയ്തു. ഏതാനും നാൾ നിർത്താൻ പറ്റുന്നു, അതിനുശേഷം വീണ്ടും ഞാൻ വീണു പോവുകയാണ്. മിലിറ്ററി ജീവിതത്തിൻ്റെ ഇടയിൽ ഇതുപോലുള്ളൊരു മദ്യപാനത്തിന് അടിമയായിരുന്ന, പുകവലിക്ക് അടിമയായിരുന്ന ഈ ബന്ധനത്തിൽ മോചനം നേടാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ച് പരാജയപ്പെട്ട അനുഭവം എനിക്ക് തന്നെയുണ്ട്. 82 5 ദിവസം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരുന്ന് കാതോർത്തപ്പോൾ ഈശോ വാഗ്ദാനം ചെയ്ത സഹായകൻ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ 84-2 ശേഷം പിന്നീട് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒരുപക്ഷെ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെ തിന്മ ഉപേക്ഷിക്കാൻ പറ്റും എന്ന് സ്വാനുഭവത്തിൽ നിന്ന് പറയാനായിരിക്കാം അടിയനെ ആ ദുശീലത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ജഡത്തിൻ്റെ ദുരാശകൾ, ലോകത്തിൻ്റെ വ്യാമോഹങ്ങൾ, ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങൾ, ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഏതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചപ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഈ സഹായകൻ നമുക്ക് കൂടിയേ തീരൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ആ ഭാഗം അവസാനിക്കുന്നത് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് ദൈവം നൽകിയില്ല. ആവശ്യപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് സൗജന്യമായി അവിടുന്ന് വർഷിക്കുന്നു. അതിന് ഈശോ ഉപയോഗിച്ച വാക്ക് യോഹന്നാൻ്റെ സുവിശേഷം 7:37 ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് പാനം ചെയ്യട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താപിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും.
അവിടുന്ന് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ല. അതിന് യേശു ആഗ്രഹിക്കുന്നത് ദാഹം വേണം എന്നാണ്. കേരളക്കരയിൽ ദാഹത്തെക്കുറിച്ച് സംസാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് പരിധിയുണ്ട്. സൊമാലിയയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ ചെളിവെള്ളവും കോരി കുടിച്ച് അതും കൊടുക്കാനില്ല. കുഞ്ഞുങ്ങൾ അമ്മമാരുടെ മടിയിലിരുന്ന് അന്ത്യശ്വാസം വലിക്കുക. ഒരമ്മ ചെയ്തത് സ്വന്തം കൈ കല്ലിൽ വെച്ച് ഇടിച്ചു പൊട്ടിച്ച് ആ രക്തം കുഞ്ഞിൻ്റെ വായിലേക്ക് ഞെക്കി പിഴിഞ്ഞു കൊടുക്കുക. ഈ ദാഹമാണ് യേശു ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ പരിശുദ്ധാത്മാവ് തന്നെ നിറയ്ക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിക്കണം, എനിക്ക് വേണം. ആ ദാഹമുള്ള വ്യക്തി അതിൻ്റെ തടസ്സങ്ങൾ നീക്കും. പൊള്ളയായ വാക്കുകൊണ്ട് വരണമേ, നിറയണമേ, തരണമേ എന്ന് പറയുന്ന മാത്രമല്ല, അതിന് തടസ്സമായ എന്തും, ഏത് എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അതെനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തടസ്സമാണെങ്കിൽ ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എൻ്റെ മദ്യപാനം, എൻ്റെ പുകവലി, തെറ്റായ സ്നേഹബന്ധങ്ങൾ, അൻസ്, പാൻപരാഗ്, അമിതമായ സിനിമയോട് കിടക്കുന്ന താല്പര്യം, ഇൻ്റർനെറ്റ് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത്, എന്തും ഞാൻ വെടിയാൻ കർത്താവേ. ആ ദാഹമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ ആരാധനാവേളയിൽ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നമ്മളിൽ ചൊരിയപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ചാരം ചൂടിക്കിടക്കുന്ന ആ തീക്കട്ട ഇന്നു മുതൽ കത്തിപ്പടരുവാൻ, സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ, ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കുവാൻ ആവശ്യമായ കൃപാവരം എന്നിൽ നിറയ്ക്കണമേ. നമുക്ക് അവിടുത്തോട് യാചിക്കാം ഗാനത്തിലൂടെ. വിശുദ്ധി തന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശുദ്ധി തന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ, പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. യേശുവിലൂടെയുള്ള രക്ഷ ലോകം മുഴുവൻ കത്തിപ്പടരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ശക്തിയും നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സ്വന്തം നിത്യരക്ഷയ്ക്ക് വേണ്ടിയോ അവരെൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയോ നമ്മൾ ഒരുക്കുന്ന പദ്ധതികൾ മുഴുവൻ പാഴ്വേലയായിരിക്കും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ, മറ്റു മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടി, അത് തിരുസഭയുടെ ആണെങ്കിലും ഇടവകയുടെ ആണെങ്കിലും കുടുംബത്തിൻ്റെ ആണെങ്കിലും വ്യക്തിയുടെ ആണെങ്കിലും ജീവിതത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി മറ്റെന്തെല്ലാം പ്രവർത്തിച്ചാലും എല്ലാം ഫലരഹിതമായിരിക്കും. അത് മനസ്സിലാക്കിയ വിശുദ്ധ പത്രോസ്ലിയായുടെ പ്രസംഗം പന്തക്കോസ്ത ദിനം പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന് ശേഷം അപ്പസ്തോല പ്രവർത്തനം 2:14 മുതൽ ഈ മാർഗത്തെക്കുറിച്ച് പത്രോസ്ലിയ പ്രസംഗിക്കുകയാണ്.
37 വാക്യത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹമുണ്ടായി. ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവർ ചോദിച്ച, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? മാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും, എന്തുപേക്ഷിക്കണം, എന്ത് സ്വീകരിക്കണം, എന്തിനും തയ്യാറാണ്. അതാണ് ഹൃദയം നുറുങ്ങിക്കൊണ്ട്. പത്രോസ്ലി അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. നിങ്ങൾ പശ്ചാത്തപിക്കണം. ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എതിരായിട്ടുള്ള ജീവിതശൈലി ഉപേക്ഷിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് 3000 പേര് മാമോദീസ സ്വീകരിച്ചത്, സഭ രൂപപ്പെട്ടത്. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 1:8 ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ശക്തി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചില തിന്മകൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ച് പരാജയപ്പെട്ടു. ഈ ശക്തി വന്നു കഴിയുമ്പോൾ നിഷ്പ്രയാസം ആ തഴക്കദോഷം, ദുശീലങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് സാധിക്കും. സങ്കീർത്തകൻ പറയുന്നുണ്ട്, 77 സങ്കീർത്തനത്തിൽ, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം. അതുതന്നെയാണ് കാരണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എൻ്റെ വിളിയനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ ശക്തി, എൻ്റെ നിയോഗമനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി. ജെറൂസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നമ്മുടെ ഇഹലോക ജീവിതം ധന്യമാകാൻ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന അനേകരെ പ്രകാശത്തിലേക്ക് ആനയിക്കാൻ ദൈവത്തിൻ്റെ ഉന്നതത്തിനുള്ള ശക്തി നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ആ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആദിമ സഭയെ ശക്തിപ്പെടുത്തിയതുപോലെ, ആ സ്ലീഹന്മാരിൽ വന്നു നിറഞ്ഞതുപോലെ, ആ ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബജീവിതത്തിന് ആവശ്യമായ ശക്തി ചൈതന്യവുമായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം കെടുത്തുന്ന ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ വിട്ടുപേക്ഷിക്കുവാൻ, പരസ്പരമുള്ള നീരസം, പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ, പരസ്പരമുള്ള വിമർശനങ്ങൾ, ഉള്ളുകൊണ്ട് ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, ബന്ധങ്ങൾ ശിഥിലമായി കിടക്കുന്ന അവസ്ഥ. ഓ പരിശുദ്ധാത്മാവേ, വെള്ളത്തിൻ്റെ മേതിൽ ചലിച്ചിരുന്ന ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അടുക്കും ചട്ടിയുമില്ലാതെ ചിതറിക്കിടക്കുന്ന എൻ്റെ ജീവിതത്തെ ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവരണമേ. ഭിന്നിച്ചു കഴിയുന്ന ദമ്പതികളെ, ഐക്യമില്ലാത്ത കുടുംബങ്ങളെ, ഓ പരിശുദ്ധാത്മാവെ, ഐക്യത്തിലേക്ക് കൊണ്ടുവരണമേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ഓ സ്വർഗക്കാനാലെ നാവിലെന്നെ തൊടണേ. ഓ സ്വർഗക്കാനാലെ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാം. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. പ്രിയമുള്ളവരെ, ഈ തിരുമണിക്കൂറിൽ വചനത്തിലൂടെ കേട്ട വാഗ്ദാനങ്ങൾ
ഓരോ വ്യക്തിയിലും കുടുംബത്തിലും നിറവേറാൻ നമുക്ക് ആഗ്രഹിക്കാം. അത് ദൈവം ആഗ്രഹിക്കുന്നു. തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ, അഭിഷേകം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ പൂർണ്ണതയും കൈവരിച്ചിട്ട് നമുക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് ദാഹിക്കാം. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ 23 മുതലുള്ള വചനങ്ങളിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവർ സ്വരമുയർത്തി ഏക മനസ്സോടെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സമസ്ത വസ്തുക്കളുടെയും സൃഷ്ടാവായ ദൈവമേ. ഇങ്ങനെ പോകുന്ന അവരുടെ പ്രാർത്ഥന. 30-ാമത്തെ വാക്യത്തിൽ അവർ ആവശ്യപ്പെട്ടു, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അടുത്ത വചനം പറയുന്നത്, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഈ തിരുവചനം ശ്രവിക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും വിശ്വാസത്തോടു കൂടി അല്പസമയം നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള പാപബന്ധനങ്ങൾ എന്നുള്ള വിടുതൽ ആഗ്രഹിക്കുന്നവർ, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കൾ, നിങ്ങളുടെ കണ്ണുനീരൊന്നും അവരെ പിന്തിരിപ്പിക്കാൻ മതിയായതല്ല. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകണം. അവരിപ്പം നയിക്കുന്ന ദുഷ്ട അരുവി വിട്ടുപോകണം. അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയണം. അത് ദൈവത്തിൽ ചെയ്യുന്ന കൃപയാണത്. നമുക്കൊന്ന് ചേർന്ന് അവിടുത്തെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കാരുണ്യവാനായ ദൈവമേ, ആണിപ്പഴുതുള്ള കരങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ നേരെ നീട്ടണമേ. ഈ കുടുംബത്തിന്റെ നേരെ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ. ഇവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. ഇവരുടെ ബന്ധനങ്ങളെ തകർക്കണമേ. തെറ്റായ സ്നേഹബന്ധങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാന ആസക്തി വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡിക പാപത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടഭാരത്തിൽ കഴിഞ്ഞ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. വസ്തുവിൽപ്പനയുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളിൽ ആ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന മക്കൾ മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റബോധത്തിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കട്ടെ. പൈശാചി പീഡകൾ വിട്ടുപോകട്ടെ. ശാപങ്ങൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയട്ടെ. വരദാനങ്ങൾ കൊണ്ട് നിറയട്ടെ. കർത്താവേ, മാരക രോഗത്തിൽ കഴിയുന്ന മക്കള്, ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിരിക്കുന്ന മക്കള്, ഹാർട്ട് രോഗികൾ, കിഡ്നി രോഗികൾ, പ്രമേഹ രോഗികൾ, പ്രഷർ രോഗികൾ, കിടപ്പ് രോഗികൾ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട രോഗികൾ, സ്പർശിക്കണമേ. എവിടെയായിരുന്നാലും സ്പർശിക്കണമേ. ഏതവസ്ഥയിലാണെങ്കിലും സ്പർശിക്കണമേ. അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ലൂർദ് പോലുള്ള സ്ഥലങ്ങളിൽ വീൽ ചെയറിൽ വന്നവർ, പലതരത്തിലുള്ള ഉപകരണങ്ങളോടുകൂടി അവിടെ എത്തിയവർ, സൗഖ്യം പ്രാപിച്ച് അതെല്ലാം അവിടെ ഉപേക്ഷിച്ച് കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നു. സൗഖ്യം നടക്കുന്നത് പരിശുദ്ധ കുർബാന പുരോഹിതൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് അവരുടെ മധ്യത്തിലൂടെ നടന്ന് ആശീർവദിക്കുമ്പോഴാണ് ഈ ശക്തി, ഈ അത്ഭുത വിടുതലുണ്ടാകുന്നു. അഭിനന്യ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തൻ ആ തിരുവോസ്തി ഉയർത്തി ആശീർവദിക്കുമ്പോൾ വിശ്വാസപൂർവ്വം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.